ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു ഗായ്സ്. അപ്പോൾ ഇന്നത്തെ മലയാളം ക്ലാസ് നോക്കാം. ഇന്നും നാളെയും കുറച്ച് ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. ഇന്ന് 25, അതായത് ഇന്ന് ചൊവ്വാഴ്ച തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ് യെല്ലോ അലർട്ട് നൽകിയിട്ടുള്ളത്. ഈ ജില്ലയിൽ ശക്തമായ മഴയ്ക്കാണ് സാധ്യത. നാളെ 26/11/2025 ബുധനാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ചിലപ്പോൾ ഇത് മഴ മുന്നറിയിപ്പ് മാറ്റം വന്നെന്ന് വരാം. മറ്റന്നാൾ ഗ്രീൻ അലർട്ടാണ്, പക്ഷേ മറ്റന്നാൾ യെല്ലോ അലർട്ട് ആവാൻ സാധ്യതയുണ്ട്. കാര്യം ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും ഇന്ത്യ മഹാസമുദ്രത്തിലും ന്യൂനമർദ്ദവും ചക്രവാത ചുഴിയും തീവ്ര ന്യൂനമർദ്ദവും സ്ഥിതി ചെയ്യുന്ന സാഹചര്യത്തിലാണ് മഴ ശക്തിപ്പെടാൻ കാരണമാകുന്നത്. അതേസമയം അടുത്ത 3 മണിക്കൂറിൽ തിരുവനന്തപുരം ജില്ലയിൽ അതിശക്തമായ മഴയ്ക്കോ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണം അറിയിച്ചു. ഇടിയോടുകൂടിയ മഴയാണ് പ്രവചിക്കുന്നത്. കൊടുങ്കാറ്റ് 27-ാം തീയതിയോടെ രൂപപ്പെട്ട് തമിഴ്നാട്, ഒഡീഷ, ആന്ധ്രാപ്രദേശ് എന്നീ ഭാഗങ്ങളിലോട്ട് കയറാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണം അറിയിച്ചു. ഇതോടെ തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്ന് മാത്രമേ ഇന്തോനേഷ്യൻ ദ്വീപുകളുടെ സമീപമായി ന്യൂനമർദ്ദം തെക്കേ ഇന്ത്യയിലോട്ട് വരാൻ ഇരിക്കുകയായിരുന്നു. അതേസമയം ഇത്രയും സെന്യ ചുഴലിക്കാറ്റിൻ്റെ കാരണം കൊണ്ടായി ഈ ന്യൂനമർദ്ദം അവിടെ കുടുങ്ങിയിരിക്കുകയാണ്. ഇത് ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ സാധിക്കുന്നില്ല. അതേസമയം മഴ കനക്കാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണം അറിയിച്ചിട്ടുണ്ട്. മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയുള്ള ശക്തമായ കാറ്റ് സാധ്യതയുണ്ട്. ഇതേപോലത്തെ കാലാവസ്ഥ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നന്ദി.